ഇപ്പോൾ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് ജസ്റ്റ് നമ്മുടെ ബ്ലോക്ക് സിറ്റി വരെ ഒന്ന് വന്നതാണ് ഗായ്സ്. അപ്പോൾ ഇവിടെ കുറച്ച് പരിപാടി ഉണ്ട്. ഇവിടെ നമുക്കൊരു വണ്ടി എടുക്കണം. അങ്ങോട്ട് അതിൽ പോകണമെങ്കിലേ അപ്പോൾ ഒരു വണ്ടി എടുത്തിട്ട് വരാൻ പോയിട്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ബ്ലോക്ക് സിറ്റി വരെ ഒന്ന് വന്നതാണ്. ബ്ലോക്ക് സിറ്റിയിൽ പ്രത്യേകിച്ച് വർക്കൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ ബ്ലോക്ക് സിറ്റി എന്താ അറിയില്ല ഗൈസ്. അപ്പോൾ അയ്യോ ഒരുത്തന്നെ വെടി വെക്കുന്നു അയ്യോ. ഓക്കെ ഗൈസ്, ചത്ത്. അതായത് നമ്മളിവിടെ ഭയങ്കര അലമ്പാണ്. അതായത് ഈ സിറ്റി ഭയങ്കര അലമ്പ് സിറ്റിയാണ്. അപ്പം ജസ്റ്റ് നമ്മുടെ അടുത്ത് ഇപ്പോഴും ഗണ്ണൊക്കെ ഉണ്ടാവും. ബട്ട് ഓക്കെ, ഇവിടെ കാർ ഡെലിവറി ഉണ്ടല്ലോ. ഓക്കെ ഗൈസ്, അവിടെ കാർ ഡെലിവറി ഉണ്ട്, നമ്മുടെ പോയി എടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ജസ്റ്റ് സബ് ചെയ്യുക. ആദ്യം വന്നപ്പോൾ ചേട്ടാ നമ്മൾ അലേർട്ടല്ലായിരുന്നു, അതുകൊണ്ടാണ്. ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ഇത് കാറിൽ കയറാം ഗൈസ്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഞാനിപ്പോൾ ബ്ലോക്ക് സിറ്റി വന്നതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, ബ്ലോക്ക് സിറ്റി വെറുതെ കറങ്ങുന്നതാണ്. അപ്പോൾ കുറേ പേര് ബ്ലോക്ക് സിറ്റി കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. ഞാൻ ഓഫ് ക്യാമറ കുറേ ബ്ലോക്ക് സിറ്റി വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ പാർട്ടി സിറ്റി കഴിഞ്ഞ് കുറച്ച് പോകണം, അങ്ങനെ അപ്പോഴേ നമുക്ക് ബ്ലോക്ക് സിറ്റി എത്തുള്ളൂ. ഇനി ബ്ലോക്ക് സിറ്റി കഴിഞ്ഞ് കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡ്യൂട്ട് സിറ്റി എത്താം. അങ്ങനെ കറങ്ങി ഓരോ സിറ്റി ഉണ്ട് ഗൈസ് ഇവിടെ. അപ്പോൾ ഇവിടെ സിറ്റിയിൽ മെയിൻ അട്രാക്റ്റീവ് സ്ഥലം എന്ന് വെച്ചാൽ ഇതാണ്, കണ്ടല്ലോ. ഇവിടെ ബുർജ് ഖലീഫ പോലത്തെ ഒരു സാധനമുണ്ട്. പിന്നെ തന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ പാർട്ടി സിറ്റീനെ അപേക്ഷിച്ച് മ്യൂസിക് ഇതിന് കുറവാണ്, കണ്ടല്ലോ. നമുക്ക് കത്തിയെടുത്ത് കൈ പിടിച്ചേക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതേത് ചൈന മോഡൽ ഹൗസസ് ഒക്കെയാണ് ഇവിടെ കൂടുതൽ, കണ്ടല്ലോ. അപ്പോൾ ഈ സിറ്റി എന്ന് വെച്ചാൽ അലമ്പ് സിറ്റിയാണ്, വെറും അലമ്പ് സിറ്റിയാണ്. നമ്മുടെ ഡ്യൂട്ട് സിറ്റി പാർട്ടി സിറ്റിയും പോലെ ഒന്നല്ല. ഇവിടെ വെറും അലമ്പ്, കത്തിക്കുത്ത്, ചവിട്ട്, ഇടി, അത് ഇത് മറ്റേത് മറിച്ച്, അങ്ങനെ ഭയങ്കര കച്ചറ സിറ്റിയാണ്. അപ്പോൾ അയ്യോ കണ്ടോ വണ്ടി കൊണ്ട് ഇവിടെ ഇട്ടില്ല. അപ്പോഴത്തേക്ക് ഒരുത്തം വന്ന് വണ്ടി കുത്തി, അവൻ്റെ വണ്ടി പുകഞ്ഞു ഗൈസ്. അപ്പോൾ ഇങ്ങനെ ഒരു അലമ്പ് സിറ്റിയിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അലമ്പ് സിറ്റിയിൽ കുറേ നല്ല സ്ഥലങ്ങളുണ്ടേ. അപ്പോൾ അതൊക്കെ കാണാമെന്ന് വിചാരിച്ചാൽ വന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, സബ് ചെയ്യുക. പിന്നെ ഒരു 10K ലൈക്കാണ് നമ്മുടെ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ പേര് മാറ്റിയത് എന്ത് വിഷയം കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പേര് മാറ്റാൻ റീസൺ എന്താ വെച്ചാൽ, നമ്മുടെ ചാനലിൻ്റെ പേര് അടിച്ചിട്ട് കുറേ പേർക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. കംപ്ലൈൻറ്റ് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, ചാനലിൻ്റെ പേരടിച്ചിട്ട് കുറേ പേർക്ക് കിട്ടുന്നില്ല, വേറെ ചാനലാണ് വരുന്നത്, അതാണ് ഇതാണെന്നൊക്കെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഷോർട്സ് വരുന്ന പേര് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾ അപ്പൂസ് പ്ലേ ഗെയിമിംഗ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വരും, ഉറപ്പായിട്ടും വരും. ഓക്കെ, ഇവിടെ ഒരു സ്റ്റാളുണ്ട്. പിന്നെ ഇവിടെ പാർട്ടി സിറ്റിയിലെ പോലെയല്ല, ആളില്ലാത്ത കടയിൽ കയറി നമുക്കൊന്നും മേടിക്കാൻ പറ്റില്ല. പാർട്ടി സിറ്റിയിലും അങ്ങനെയാണ്, ആളില്ലാത്ത കടയിൽ കയറി മേടിക്കാൻ പറ്റില്ല. പക്ഷേ അവിടെ വലിയ മാർക്കറ്റൊക്കെ ഉണ്ട്. ഇവിടെ എനിക്കധികം പരിചയമില്ല ഈ സിറ്റി. ഞാൻ എന്താ പറയുക, നമുക്ക് വേണമെങ്കിൽ പാർക്കിൽ പോവാം. എങ്ങനെയുണ്ട്? നമ്മളെ പാർട്ടി സിറ്റിയിലില്ലാത്ത കുറേ സ്ഥലം ഈ സിറ്റിയിലുണ്ട്. പിന്നെ ഡ്യൂട്ട് സിറ്റിയിലില്ലാത്ത കുറേ സ്ഥലം അതും ഇതിലുണ്ട്. ഇതിൻ്റെ എൻട്രൻസ് എവിടെയാണ് പാർക്കിൻ്റെ? ഓക്കെ ഗൈസ്, ഇതാന്ന് തോന്നുന്നു പാർക്കിൻ്റെ എൻട്രൻസ്. അതല്ല അപ്പുറത്ത് കൂടെ പാർക്കിൻ്റെ എൻട്രൻസ്. ഓക്കെ ഗൈസ്, ഇതാന്ന് തോന്നുന്നു. ഓക്കെ, ഇത് തന്നെയാണ്. അയ്യോ ഞാൻ വണ്ടി എടുത്തപ്പോൾ വഴി തെറ്റിപ്പോയി. ഓക്കെ, പതിയെ. പിന്നെ നമ്മൾ പാർട്ടി സിറ്റിയിൽ പുതിയൊരു Audi RS ടർബോ എടുത്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് പോയി കാണുക. പൊളി വണ്ടിയാണ് ഗൈസ്, അത്യാവശ്യം പവറുണ്ട്. പിന്നെ മോഡിഫിക്കേഷൻ വല്ലതും വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്ക് വല്ല മോഡിഫിക്കേഷൻ വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് ജെയിൻ വീലൊക്കെ ഒന്ന് കാണാം. കണ്ടോ, അപ്പോൾ രാത്രി ഇവിടെ കണ്ടല്ലോ, ഇതാണ് ജെയിൻ വീല്. കണ്ടോ, നമുക്ക് എങ്ങനെ കയറി ഇരിക്കാമെന്ന് തോന്നുന്നു. വേണമെങ്കിൽ ഇല്ല, ഇതിലിരിക്കാൻ പറ്റത്തില്ല നമുക്ക്, എന്താണെന്നറിയില്ല വിഷയം. ഇത് സർക്കസ് കൂടാരാട്ടോ. ഇവിടെ സർക്കസ് ഒന്നും ഇപ്പോൾ നടക്കുന്നില്ല, രാത്രിയായില്ലേ. പിന്നെ ഇവിടെ ഒരു പരിപാടിയുണ്ട്, അത് ക്രിസ്മസിനോടനുബന്ധിച്ച് രാത്രിയാണ് പരിപാടി. ഇവിടെ ഒന്നും മഞ്ഞ് വീഴ്ചയില്ല കേട്ടോ. നമ്മുടെ ഡ്യൂട്ട് സിറ്റി മാത്രമേ മഞ്ഞ് വീഴ്ചയുള്ളൂ. ഡ്യൂട്ട് സിറ്റിയിലുണ്ട്, നമ്മുടെ പാർട്ടി സിറ്റിയിലുണ്ട്. പിന്നെ ഇവിടെ ഒന്നും അധികം മഞ്ഞ് വീഴ്ചയില്ല. ഇവിടെയൊക്കെ പരിപാടി നടക്കുന്ന സ്റ്റേജാട്ടോ. ഇവിടെ നമുക്ക് മറ്റേ ഇന്നെന്തോ ഇവിടെ പരിപാടി ഉണ്ട് ഗൈസ്. ഇപ്പോൾ രാത്രി കറക്റ്റ് 12 മണിക്കാണ്. ന്യൂ ഇയർ
ഏകദേശം ന്യൂ ഇയർ ഒക്കെ അടുത്തില്ലേ, അപ്പം അതിൻ്റെ എന്തോ ഒരു ഇതാണ് പരിപാടിയാണ് അവിടെ. നമുക്കത് മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, അത് വേറെ കാര്യം. ദെൻ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഡ്യൂട്ട് സിറ്റിയിൽ പോലെയല്ല ഈ സിറ്റി. ഇത് ഇച്ചിരി അലമ്പ് സിറ്റിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ സിറ്റിയിൽ പല സമയത്തും ഏത് പ്രശ്നം കണ്ടാ അയ്യോ അങ്ങനെ കുറേ ദുരന്തങ്ങൾ വരും. വണ്ടി ഇവിടെ കുടുക്കി തന്ന്, ഇനിയിപ്പോൾ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അവസ്ഥേ ഇനിയിപ്പോൾ വേറെ വണ്ടി സ്പോൺ ചെയ്യാം. ഓക്കെ, വേറെ വണ്ടി അവിടെ വന്നിട്ടുണ്ടല്ലോ. ഇതിൽ നമുക്ക് വണ്ടി ഓർഡർ ചെയ്യാൻ പറ്റും ഓൺലൈനിൽ, ഫാസ്റ്റ് ഡെലിവറി ആയതുകൊണ്ട് പെട്ടെന്ന് വരും. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു നിർത്തിയേ, ഞാൻ പറഞ്ഞുപോയി. ഓക്കെ, അതുകൊണ്ട് അപ്പോൾ ഇവിടെ ഒരു ട്രക്ക് ഉണ്ടേ, നമുക്ക് വേണമെങ്കിൽ ട്രക്ക് ഓടിക്കാൻ പറ്റുമെന്ന് കേട്ടോ. നമുക്ക് ഈ പാലം കഴിഞ്ഞ് പോയാൽ നമുക്കൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ ഈ ഡ്യൂട്ട് സിറ്റി ബ്ലോക്ക് സിറ്റി കുറേ കറങ്ങാണ്ടെന്ന് പറഞ്ഞില്ലേ, ഡ്യൂട്ട് സിറ്റി മാത്രമേ വായി വരുന്നുള്ളൂ. ഓക്കെ, ബ്ലോക്ക് സിറ്റി കുറേ കറങ്ങാണ്ടെന്ന് പറഞ്ഞില്ലേ, നമുക്കിപ്പോൾ കറങ്ങിയിട്ട് വരാം. അപ്പുറത്തോട്ട് ഡെസേർട്ടാണ്, ഏകദേശം നമ്മുടെ ഡ്യൂട്ട് സിറ്റി പോലെ തന്നെ. ഡ്യൂട്ട് സിറ്റീൻ്റെ അപ്പുറത്തോട്ടും അങ്ങനെയല്ലേ, അതേപോലെ തന്നെ ഇതും. നമുക്ക് വേണമെങ്കിൽ വേറെ വണ്ടികൾ എടുക്കാം, ബട്ട് ഒരേ വണ്ടി ഓടിച്ച് ഞാൻ ക്ഷീണിച്ചു. ബട്ട് നോവേ, കുഴപ്പമില്ല, ഇത് മതി. അതുകൊണ്ട് ഇനി കുറേ ദൂരം സഞ്ചരിക്കാനുണ്ട് നമുക്ക്. രാവിലെ വരുന്നുണ്ട് കണ്ടോ. ഓക്കെ, നമുക്ക് ഇതൊക്കെ മാൻഷനാട്ടോ, ഈ സൈഡിൽ കാണുന്നതൊക്കെ മാൻഷനാണേ. മാൻഷനല്ല, ഒരു പൂള് മാതിരി, പൂൾ, സ്വിമ്മിങ് പൂൾ. ആ പൂൾ, ഈ പൂൾ, മനസ്സിലായില്ലേ? ഓക്കെ, അത് കേട്ടോ താജ്മഹൽ പോലത്തെ സാധനം. അതെന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല, ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല അധികം. ഞാൻ ആദ്യമായിട്ടാണ് ബ്ലോക്ക് സിറ്റി വരുന്നത്, അറിയാലോ. അതായത് നമ്മുടെ പാർട്ടി സിറ്റി താമസിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും ബ്ലോക്ക് സിറ്റിയിലൊന്ന് വരണം, ഒന്ന് കാണണം എന്നൊക്കെ. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്, അത് വേറെ കാര്യം. ബേസ് എനിക്കെന്തോ ഗ്ലിച്ചായി, നെറ്റ് സ്ലോ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇതാണ്ടേ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇറങ്ങാം നമുക്ക്. ഓക്കെ ഗായ്സ്, നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത് കുറേ കാറും ക്യാരവാനും ഒക്കെ ഉള്ള സ്ഥലം കേട്ടോ. നമുക്കിവിടെ നല്ല കാറ് വല്ലതും ഉണ്ടെങ്കിൽ അത് മേടിക്കല്ല, തൂക്കാം. നോ മേടിപ്പ്, നോ ഹൈപ്പ്. ഈ കാർ മാത്രമൊന്നും അല്ല കേട്ടോ, ഇതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളൂ. ഇപ്പോൾ വേറെ കാർ ഏതെങ്കിലും വന്നു നോട്ടെ, ഇല്ല അതേ കാർ തന്നെ. ഇപ്പോൾ നമുക്ക് പുതിയ കാർ എടുക്കാം, ഇതെടുക്കാം. അപ്പം നമുക്ക് വേണമെങ്കിൽ സൈഡിൽ കിടക്കുന്ന കാറുണ്ട്, അതൊക്കെ റിപ്പയർ ചെയ്തെടുക്കാവേ. അപ്പോൾ എൻ്റെ ഹെൽത്ത് കുറയുന്നുണ്ട്, എനിക്ക് എവിടെയെങ്കിലും കയറി ഇന്ന് മെഡ് അടിക്കണം. അമ്മരെന്നെ ഷൂട്ട് ചെയ്ത് നമുക്ക് ജസ്റ്റ് ബീച്ചിൽ പോയിട്ട് മെഡൊന്ന് അടിച്ചിട്ട് വരാം. അവിടെ ക്യാരവാൻ കണ്ടോ, അവിടെയും പരിപാടി ഉള്ളതാണ്. അവിടെ എന്തോ സിനിമ ഷൂട്ടിങ് കണ്ട് നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി ആൾക്കാർ വരും കേട്ടോ. ഇങ്ങനെ ക്രിക്കറ്റ് സ്റ്റേഡിയം പോലെ പണിഞ്ഞിട്ടുണ്ട്. എന്താ ക്യാരക്ടറോ മിനിസ്റ്ററോ അങ്ങോട്ടാണ്, ആരോ വരുന്നുണ്ട് ഇവിടുത്തെ ഈ ബ്ലോക്ക് സിറ്റിയിൽ, വലിയ ആരോ. ഞാനിപ്പോൾ എന്താ ചെയ്യുക ഗൈസ്, ബ്ലോക്ക് സിറ്റി വന്നിട്ട് ജസ്റ്റ് കറങ്ങാൻ മാത്രമേ എനിക്ക് പ്ലാനുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ബ്ലോക്ക് സിറ്റി അറിയാണ്ട് നമുക്ക് എന്തായാലും കറങ്ങാൻ പറ്റില്ല. ഇപ്പോൾ ബ്ലോക്ക് സിറ്റി കറങ്ങണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അറിയാവുന്ന ആരുമില്ല, നമുക്കറിയാവുന്ന ആരുമില്ല. അവിടെയൊക്കെ ആണെങ്കിൽ ഗ്ലാമർ ഇവന്മാർ മഴ ഇവന്മാരൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ആരുമില്ല അങ്ങനെ നമുക്കറിയാവുന്ന. അതാണൊരു വിഷയം. നമ്മളിടയ്ക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ കണ്ടോ ലൈറ്റ് ഇടുന്നത്, ഫ്രണ്ട് ലൈറ്റ് ഇത് കണ്ടോ കത്തിക്കാവുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ സീറ്റ് ചേഞ്ച് ചെയ്യാം ഗൈസ്. സീറ്റ് ചേഞ്ച് ചെയ്താൽ ഒയ്യോ കാർ പൊട്ടിത്തെറിച്ച്, അതെന്താ അറിയില്ല. കാറ് ഗ്യാരേജിലേക്ക് വിട്ടിട്ടുണ്ട്, കാർ സ്പോണായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കാറൊക്കെ നമ്മുടെ പൊട്ടിത്തെറിച്ച കാറ് നിൽക്കുന്നു. അതെന്താ പറ്റിയേ? അയ്യോ സോറി, റോഡ് നോക്കി ക്രോസ് ചെയ്യാം. അതെന്താ പറ്റിയ അറിയില്ല ഗൈസ്, പെട്ടെന്നങ്ങ് പൊട്ടിത്തെറിച്ചേ. ജസ്റ്റ് ഞാനൊന്ന് ടെൻഷനായി പോയി. ആ കാർ എന്തായാലും പോയിട്ടുണ്ട്. ഇനി ഒരു കാർ കിട്ടുമെന്ന് നോട്ടെ. ഒരു കാറിന് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കാറ് വന്നോ?
വന്നിട്ടില്ല. ഒന്നുകൂടെ ഓർഡർ കൊടുത്തേക്കാം. ഓക്കെ ഗൈസ്, ഓർഡർ കൊടുത്തിട്ട് കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താ പറ്റി അറിയില്ല, ഓവർ ഹീറ്റായോ? അയ്യോ, ആ ബട്ടണല്ല, ഈ ബട്ടൺ ഇത് മാറ്റിയൊക്കെ സ്ഥലമുണ്ട്. ഇതിങ്ങനെ ഹീറ്റാവുണ്ടോ എനിക്കറിയില്ല. ജസ്റ്റ് അയ്യോ, ചാടി 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 ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. ഓ രക്ഷപ്പെട്ടു, ജസ്റ്റ് മിസ്. ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ഈ സിറ്റിയിലാദ്യമായിട്ട്, അതുകൊണ്ടാണ് ഉമ്മാരെൻ്റെ തലയിൽ കയറി നിരങ്ങണേ. കുറച്ചൊന്ന് കഴിഞ്ഞോട്ടെ ഗൈസ്, ഉമ്മാരെ ഞാൻ കത്തിക്കും. ഞാൻ അമ്മയുടെ കൂടെ കയറാൻ പറ്റുമെന്ന് നോട്ടെ. ചേട്ടാ ഒന്ന് നിൽക്കുമോ? അയ്യോ നിൽക്കൂല അമ്മമാർ. അയ്യോ, അവനൊന്നും കൂടി ഇങ്ങോട്ട് വന്നായിരുന്നെങ്കിൽ. അവിടെ അവൻ നിർത്തി ഗൈസ്. അയ്യോ പോയി അവൻ. ഓക്കെ, നമ്മുടെ കാർ എന്തായാലും ഡെലിവറി ചെയ്തിട്ടുണ്ട് അവർ. ഓക്കെ, ആരും എന്നെ വെടി വെച്ചപ്പോഴാണ് നേരത്തെ പൊട്ടിയത് കേട്ടോ. അവൻ്റെ കാറിൽ അവൻ്റെ കൂടെ കയറാൻ പറ്റുമെന്ന് നോട്ടെ. വേണ്ട, വെറുതെ വെടി വെക്കണോ? അവൻ എന്തിനാ വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്നത്? അവൻ്റെ കൂടെ അവൻ്റെ കാറിൽ കയറാൻ പറ്റുമെങ്കിൽ നമുക്ക് അവൻ്റെ കാറിൽ കയറിയിട്ട് അവനോട് ഇങ്ങനെ കഥയൊക്കെ പഠിച്ചു പോവാം. അയ്യോ അയ്യോ, ഇടിച്ചിടിച്ചിടിച്ച്. ചേട്ടാ ഒന്ന് നിൽക്കോ? ഓക്കെ ഗൈസ്, അവനെ നിർത്തിയിട്ടുണ്ട്. അവൻ്റെ കൂടെ കാറിൽ കയറാൻ പറ്റണ്ടാണ്. അതെയോ അദ്ദേഹം പോണ്. ഗൈസ്, ഇവൻ എന്നെ ഓടിക്കുന്നത്, ഇവൻ എന്ത് കളിയോ കളിക്കുന്നത്. ഓക്കെ ഗൈസ്, കയറാൻ പറ്റും നമുക്ക് അവൻ്റെ കൂടെ. അയ്യോ, ഞാൻ അവൻ്റെ കൂടെ കയറി. അയ്യോ കയറിയതാ. അയ്യോ ചേട്ടാ ഒന്ന് നിൽക്കടാ. ഓക്കെ ഗൈസ്, ഞാൻ അവൻ്റെ കൂടെ കയറിയിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ഇവൻ്റെ കൂടെ നമുക്ക് കറങ്ങാം. ബ്രോ, എന്നെ ഇവിടെ നല്ലൊരു സ്ഥലത്ത് കൊണ്ടുവിടുമോ? എന്നാ മോനെ, ഇവിടെ നല്ല സ്ഥലം, ഇറങ്ങിക്കോ. ഗൈസ്, അവനെന്നെ ഇവിടെ കൊണ്ട് ഇറക്കി ഇട്ടിട്ട് പോയി മുഞ്ചി. ഇനിയിപ്പോൾ നമുക്ക് ബൈക്ക് എടുക്കാം അല്ലേ? ബൈക്ക് എടുക്കാൻ പറ്റുമോ? അതെ, ഇനിയിപ്പോൾ അവൻ്റെ കൂടെ കയറിപ്പോയാലും രക്ഷയുണ്ട്. ഈ വണ്ടിയും പോയി. ഓക്കെ, കാർ എവിടെ ഡെലിവറി ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, കാർ ഇവിടെ ഡെലിവറി ഉണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ വീണ്ടും നമ്മൾ കാർ എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിച്ചാലോ? ഇന്ന് നമുക്ക് ഡ്യൂഡ് സിറ്റിയിൽ ഒന്നും ചെയ്യാനില്ല. ദാറ്റ്സ് വൈ ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇന്നത്തെ കളി നമുക്ക് നിർത്താം. എന്നിട്ട് ഡ്യൂഡ് സിറ്റീനെ പറ്റിയല്ല ആയി വരുന്ന മൊത്തം ഡ്യൂഡ് സിറ്റീന് ഞാൻ വേറെന്തെങ്കിലും വിളിച്ചു പറയും. ഓക്കെ, അപ്പോൾ ഡ്യൂഡ് സിറ്റിന്ന് മാങ്ങാത്തൊലി ഗൈസ്, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ഓക്കെ, നമുക്ക് ഈ സിറ്റീനെ കുറിച്ച്, അതായത് ബ്ലോക്ക് സിറ്റീനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ട് തേഞ്ഞ് അങ്ങോട്ട് നടന്നിട്ട് അവിടെ സ്പൂൺ ചെയ്യാൻ വണ്ടി എവിടെയെങ്കിലും. ഓക്കെ, അപ്പോൾ ഈ സിറ്റീനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ട് നമുക്കിത് മഞ്ഞ ബൾബുകൾ ഇവിടെ എവിടെയാണ് സ്പൂണായി. അയ്യോ വീണ്ടും അവിടെ സ്പൂണായി. ഇവിടെ സ്പൂണാവോ? ഇല്ല, സ്പൂണാവില്ല. ഓക്കെ, നമുക്കപ്പോൾ ഈ സിറ്റീനെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് നമുക്ക് എന്താ പറയുക, ഈ സിറ്റീനെ കളിക്കാൻ വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ ഏകദേശം. നമുക്ക് ഇതിൻ്റെ ടോപ്പിക് കയറിയിട്ട് കളി നിർത്താം. എൻ്റെ അമ്മേ, ഇതെന്താ കളിക്കണത്? ഇതിപ്പോൾ ഭയങ്കര ഗ്ലിച്ചാട്ടോ വന്ന്. ഓക്കെ, അതിപ്പോൾ എൻ്റെ അടുത്ത് പാർട്ടി ക്രാഫ്റ്റ് കളിക്കുമ്പോൾ അത്ര കുഴപ്പമില്ല എനിക്ക്. ഇത് പാർട്ടി ക്രാഫ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു സീരീസ് തുടങ്ങിയത് കേട്ടോ. ഈ ഒരു സിറ്റിയിലെ സീരീസ് തുടങ്ങിയത്. അപ്പോൾ പാർട്ടി ക്രാഫ്റ്റ് ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് ദിവസം കണ്ടിന്യൂ ചെയ്യുക അടുപ്പിച്ച്. നിങ്ങളുടെ കാർ അവിടെ കിടക്കുന്നുണ്ട്. ഇത് ആരും ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോടാ. ആരും ഇന്നേ നമുക്ക് ഇവിടുന്ന് അവനെ എയിം ചെയ്ത് കൊല്ലാൻ പറ്റുമെന്നോട്ടെ. നമ്മളിനി വേറെ വീഡിയോ വെച്ചിട്ട് കാര്യമില്ല. ഇവിടെ എന്തുകൊണ്ടേ അവനെങ്ങോട്ടാ? ഓക്കെ ഗായ്സ്, അവനെ വെടി വെച്ചിട്ടുണ്ട് നമ്മൾ. ഓക്കെ, അവൻ ചത്തിട്ടുണ്ട്. അവൻ നമ്മൾ കൊന്നവൻ്റെ ആത്മാവ് പറന്നുപോയി. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്കിനി മറ്റൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഔട്ട്. അപ്പോൾ
ഈ വീഡിയോ എങ്ങനെയുണ്ടെന്ന് പറയുക. ഇനിയിപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, നമുക്ക് കണ്ടിന്യൂഷൻ ആയിട്ട് എടുക്കാം. ഓക്കെ ബൈ ബൈ ഗൈസ്.